രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ട്, സിബി മിസ്സും രാജ മിസ്സും. സോ ഞാൻ ഒഫീഷ്യലി വെൽക്കം ചെയ്യാണ് രാജ മിസ്സിനെ. ഒരു ഇൻട്രൊഡക്ഷൻ ജിതിനെ കുറിച്ച് കൊടുക്കാനായിട്ട്. രാജ മിസ് പ്ലീസ്. ഗുഡ് ഈവനിങ് ടു ഓൾ. ആശ പറഞ്ഞ പോലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു സന്ദർഭമാണ്. ഒരു ടീച്ചർക്ക് ഏറ്റവും സന്തോഷം, ഞങ്ങളുടെ പ്രൊഫഷനിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ നല്ല നിലയിലായി എന്ന് അറിയുക, അവർ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് കാണാൻ വരിക, ഒന്ന് വിളിക്കുക ഒക്കെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാനും സിമി ടീച്ചറും ഷഹീദ ടീച്ചറൊക്കെ 2011 MD കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. അന്ന് 5th സെമസ്റ്റർ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയാണ് ജിതിൻ. എന്നിട്ട് 2012 മാർച്ചിലാണ് ഇവര് പാസ്സാവുന്നത്. അതായത് ഞങ്ങൾ വന്നതിന് ശേഷം ആദ്യമായിട്ട് പാസ് ഔട്ട് ആവുന്ന ബാച്ചാണ്. അപ്പൊ ജിതിൻ എന്ന് പറഞ്ഞാൽ അന്നേ വളരെ ഒരു ശാന്ത സ്വഭാവമായിട്ടുള്ള സൈലന്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. പഠിച്ചു പോയി ആ കുട്ടിയുടെ വീട് പഴനിയിൽ തന്നെയാണ്. അപ്പോൾ പഠിച്ച് അതിന് ശേഷം ഇടയ്ക്ക് ഞങ്ങൾ വന്ന് കാണലൊക്കെ ഉണ്ട്. SCMS കോളേജിൽ നിന്ന് അതിനുശേഷം MBA എടുത്തു. ആദ്യമായിട്ട് പ്ലേസ്മെന്റ് കിട്ടുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡെപ്യൂട്ടേഷനിൽ ദുബായിക്ക് പോകാനുള്ള അവസരമൊക്കെ ജിതിന് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നാട്ടിലേക്ക് വന്ന് ഇപ്പൊ കാസർഗോഡാണ് വർക്ക് ചെയ്യുന്നത്. അയാളുടെ വൈഫും സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ ജിതിൻ കല്യാണം ഒക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ കൊറോണ സമയം കാരണം ഞങ്ങൾക്ക് ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള സമയമാണ്. സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് വിദ്യാർത്ഥികൾ നല്ല നിലയിൽ എത്തിയെന്ന് അറിയുമ്പോഴും അവർ ഇതുപോലെ തിരിച്ച് കോൺടാക്ട് ചെയ്യുമ്പോഴും. നല്ല നിലയിൽ എത്തിയെങ്കിൽ മാത്രമല്ല കേട്ടോ, വിദ്യാർത്ഥിക്ക് എപ്പോഴും വേണമെങ്കിലും ടീച്ചറെ കോൺടാക്ട് ചെയ്യാം. ഇതിന് ആദ്യം പറഞ്ഞിട്ടായിരുന്നു അവിടെ ഇത്തിരി റേഞ്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന്. ഇന്നിപ്പോ നാട്ടിൽ വന്ന് കാസർഗോഡ് നാട്ടിൽ വന്ന് എറണാകുളത്ത് പോയി വൈഫിനെ പിക്ക് ചെയ്ത് തിരിച്ച് ഫാസ്റ്റ് ഡ്രൈവിംഗ് ഒക്കെ ചെയ്ത് വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഹരിബരി ഒന്നും കൂട്ടരുത്, കാരണം ഞങ്ങളുടെ വിദ്യാർത്ഥി അത്രയും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഈ ഇത്രയും തിരക്കിൽ റഷ് ചെയ്തിട്ട് വീട്ടിൽ വന്ന് നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച് ക്ലാസ് നയിക്കാൻ എത്തിയിട്ടുള്ള ജിതിനെ ഏറ്റവും സന്തോഷത്തോടെ രാജമിസ് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ ആശ അഹോരാത്രം ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും അത്രയധികം സമയം ചെലവാക്കുന്ന. ഷീസ് എ വെരി ഡെഡിക്കേറ്റഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ടീച്ചർ ആൻഡ് വെരി യുണീക്ക്. യു കെ നോട്ട് റീപ്ലേസ് ആശ മിസ് വിത്ത് അനദർ ടീച്ചർ. അങ്ങനെ ഉള്ള ഒരു ടീച്ചറാണ് ആശ. നിങ്ങൾക്ക് ഇനി വഴിയേ മനസ്സിലാവും. ആൻഡ് സോ ഐ വെൽക്കം ആശ ടു ദിസ് പ്രോഗ്രാം. ദെൻ നമ്മുടെ സിമി ടീച്ചർ ഈസ് എ ബോൺ ടീച്ചർ. അതൊക്കെ പഠിപ്പിക്കുമ്പോൾ വഴിയെ കുട്ടികൾക്ക് മനസ്സിലാവും. പ്രോബ്ലം ഒക്കെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ഇതൊക്കെ പഠിച്ചിവിടുന്ന് പുറത്തു പോകുമ്പോൾ അറിയാം ഓരോ ടീച്ചറുടെയും പ്രത്യേകതയും ക്വാളിറ്റീസ് ഒക്കെ എന്താണെന്നുള്ളത്. സോ ഐ വെൽക്കം സിമി ടീച്ചർ ടു ദിസ് പ്രോഗ്രാം. അതുപോലെ 2 നേരം എല്ലാ ക്ലാസ്സും കേൾക്കണു, നോട്ട് എഴുതണു, അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണു. വളരെ ക്ഷമയോടുകൂടി MD കോളേജിലെ BBA ഡിപ്പാർട്ട്മെന്റിൽ വന്ന് ചേർന്ന് ഈ പ്രോഗ്രാം ഒക്കെ പങ്കെടുക്കണ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ജിതിനെ ക്ലാസ് നയിക്കാനായിട്ട് ക്ഷണിക്കുന്നു. സ്ട്രക്കായി തോന്നുന്നു അല്ലേ? രാജമിസ്സേ അല്ല തുടങ്ങിയിട്ടില്ല, അതാണ് കുട്ടി കേൾക്കാത്തത്. ജിതിൻ ആ വീഡിയോ ഓഫ് ചെയ്തിരിക്കും നല്ലതെന്നാ തോന്നുന്നു. എനിക്ക് അത്ര റേഞ്ച് ഇഷ്യൂ. അതെ, വീഡിയോ ഓഫ് ചെയ്താൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? യെസ് ഇപ്പൊ കേൾക്കാം. ഓക്കെ. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ സോറി എല്ലാരോടും ഞാൻ ഇത്രയും ലേറ്റ് ആയി വന്നതില്. അതുപോലെ തന്നെ ഇപ്പൊ രാജമിസ് പറഞ്ഞ പോലെ മറ്റേ ആശമിസ് പറഞ്ഞ പോലെയും എല്ലാവർക്കും അവർക്ക് പ്രൗഡ് മൊമെന്റ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. എന്താ പറയാ, 11 വർഷം മുന്നേ നിങ്ങളൊക്കെ ഇരുന്ന ഈ പൊസിഷനിൽ ഫസ്റ്റ് ഇയറിൽ അവിടെ BBA ഞാൻ വന്നിരുന്നിട്ടുള്ള ഒരു ദിവസം ഉണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ എനിക്ക് ആരെയും പരിചയമൊന്നുമില്ല അവിടെ. സംഭവം എന്റെ വീടിന്റെ അടുത്തൊക്കെയാണ് കോളേജ് എന്നുണ്ടെങ്കിലും അവിടെ പഠിക്കുന്ന പിള്ളേരാരെയും എനിക്കന്ന് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് 3 വർഷം അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് 2 വർഷം
MBA പഠിച്ചു. അത് കഴിഞ്ഞൊരു ബാങ്കിൽ കയറി. അത് വലിയ തിരക്കേടില്ലാതെ ജോലിയായിട്ട് ഇങ്ങനെ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടി. അതൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പോയി. എന്തുകൊണ്ടാണ് രാജീവ് എന്നെ വിളിച്ചിട്ട് ഈ പരിപാടിക്ക് വരാൻ പറഞ്ഞതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഇത്രയും സക്സസ്ഫുൾ ഒക്കെ ആയോ എന്നൊരു ഡൗട്ട് എനിക്കത് കേട്ടപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് ഇങ്ങനെ ഞാൻ പഠിച്ച കോളേജിൽ തന്നെയുള്ള കുട്ടികളോട് കുറച്ച് സംസാരിക്കാൻ പറ്റിയെന്നുള്ളതിൽ. അതിന് വളരെയധികം നന്ദി നമ്മുടെ മാനേജ്മെന്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ രാജി മിസ്സിനും ഷെയ്ദ മിസ്സിനും സിമി മിസ്സിനും ആശ മിസ്സിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് അതിന് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതിനെ കുറിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നൊക്കെ എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്തായാലും എൻ്റെ കുറച്ച് എക്സ്പീരിയൻസുകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് ഒരു ചെറിയ ചെറിയ ഇൻസിഡൻസും വെച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയാം. എൻ്റെ കുറെ ലൈഫ് എക്സ്പീരിയൻസ് പോലുള്ള കാര്യങ്ങൾ പറയാം. അതിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം മോട്ടിവേഷൻ ഉണ്ടാവും എന്നുള്ളതൊക്കെ എനിക്കറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ MD കോളേജിനെ പറ്റി പറയാം. ഒരു 10 MD കോളേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ചെറിയൊരു കോളേജാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് അവിടെ ഭയങ്കര വലുതാണ്. നിങ്ങൾക്ക് അതായത് വലിയൊരു കോളേജിൽ നിങ്ങൾക്കൊന്ന് ഷൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് പേരെടുത്ത് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെന്റ് തോമസിൽ പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ജിതിൻ എന്ന് പറഞ്ഞ ഒരാളാണ് ചിലപ്പോൾ ആരും അറിയാണ്ട് പോയിരിക്കും. പക്ഷെ MD കോളേജിൽ പഠിക്കുന്ന വർഷങ്ങളിൽ ജിതിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജിൽ പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫേമസ് ആവാൻ വളരെ എളുപ്പമാണ് ആ കോളേജിനകത്ത്. നിങ്ങൾക്ക് ഷൈൻ ചെയ്യാം. എന്താ പറയാ, ഇൻ ബ്രൈറ്റ് കളേഴ്സ് എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജാണത്. അതുപോലെ നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ BBA കോഴ്സ് എന്ന് പറയുന്നത് ഇത് എന്താ പറയാ സാധാരണ ഒരു എന്താ പറയുക ഡിഗ്രി കോഴ്സായിട്ട് നിങ്ങൾ BCom പോലെയോ അല്ലെങ്കിൽ BA എക്കണോമിക്സ് പോലെ അങ്ങനെയുള്ള ഒരു ഡിഗ്രി കോഴ്സായിട്ട് നിങ്ങൾ ഇതിനെ ഒരിക്കലും കാണരുത്. ഇത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോഴ്സായിട്ട് നിങ്ങൾ കാണണം. BBA എന്ന് പറയുന്നത് നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൽ, അതായത് ഇപ്പോൾ നിങ്ങളെല്ലാവരും +2 കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. നിങ്ങളുടെ ടീനേജിന്റെ എന്താ പറയുക ലാസ്റ്റ് പാർട്ടിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കടക്കുന്ന നിങ്ങളുടെ യൂത്ത് എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് കടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം മാറും. ഇപ്പൊ നിങ്ങൾ ജീവിക്കുന്ന ഒരു എന്താ പറയാ ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഇതായിരിക്കില്ല ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. ഈ കോളേജിൽ വന്നിട്ടില്ലല്ലോ ഇവരൊന്നും ഇതുവരെ. അപ്പോ പക്ഷെ ഇതൊക്കെ മാറും. നമുക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഈ കൊറോണയൊക്കെ കഴിഞ്ഞ് നിങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് കോളേജിൽ വരുന്നൊരു സമയം ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് എന്താ പറയാ ക്യാമ്പസ് എന്ന് പറയുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സംഭവമാണ്. അത് എന്താ പറയാ പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഫോക്കസ് ആയിട്ട് മുന്നോട്ട് പോകാം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസ് ആയിട്ട് മുന്നോട്ട് പോകാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ്, പൊളിറ്റിക്സ് എല്ലാം ഉള്ള ഒരു സംഭവമാണ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതിൽ നമ്മൾ ഏതിന് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായത്തിൽ എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളാണ് അതൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കരിയറിന് വളരെ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ആയിരുന്നു ഈ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. അന്ന് എൻ്റെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെയുള്ള മറ്റ് ആക്ടിവിറ്റീസിനായിരുന്നു നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ കരിയറിൽ ഇതിങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം നോക്കി പഠിക്കരുത്. അതായത് ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ചെറിയ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ചെറിയ ഡെഫിനിഷൻ മാത്രം തരുന്ന ഒരു സംഭവമാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഞാൻ ആ കോളേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ അവിടെ മിസ് ചെയ്തിട്ടുള്ള സാധനം എന്ന് പറയുന്നത് അവിടുത്തെ ലൈബ്രറിയാണ്. അതായത് കോളേജ് ലൈബ്രറി എന്ന് പറയുന്നത്
പണ്ട് പെൺപിള്ളേരായിട്ട് വർത്തമാനം പറയാൻ വേണ്ടി മാത്രം പോയിരുന്ന ഒരു സ്ഥലമായിട്ടായിരുന്നു നമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അതിനപ്പുറം അവിടെ ആ കോളേജ് ലൈബ്രറിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് കണ്ടെത്തിയത് വായനയിലൂടെ നിങ്ങൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ MBAക്ക് ജോയിൻ ചെയ്തു. SCMS എന്ന് പറഞ്ഞ കോളേജില് PGDM എന്ന് പറഞ്ഞ കോഴ്സാണ് ഞാൻ പഠിച്ചത്. ആക്ച്വലി ഇക്വലന്റ് ടു MBA ആണ് PGDM എന്ന് പറയുന്നത്. അപ്പോൾ ആ കോഴ്സിനകത്ത് നമുക്കൊരു സിലബസ് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് അവിടെ പറയാനുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഒരു സബ്ജക്ട് തരും. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള 1-2 ടോപ്പിക്കുകൾ ഉണ്ടാവും. അതിന്റെ താഴെ നമുക്ക് തരുന്നത് അതിന്റെ റെഫറൻസ് ആയിട്ട് നമുക്ക് വായിക്കാനുള്ള ഒരു 3-4 ബുക്കുകളുടെയും ഓതേഴ്സിന്റെയും പേരായിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ ലൈബ്രറിയിൽ പോയി ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ആ ബുക്ക് എടുത്ത് അതിൽ നിന്ന് വായിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അതായത് അല്ലാതെ ഒരു ക്രിസ്പ് ആൻഡ് ഇതായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻസ് ഒന്നും നമുക്ക് MBAയിൽ നമുക്ക് ഒരിക്കലും ഒരു കോളേജുകളും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു 4-5 ബുക്കായിരിക്കും നിങ്ങൾക്ക് റെഫർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ബുക്കുകളായിട്ട് തരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വായിച്ചിട്ട് വേണ്ടി വരും നിങ്ങൾ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള നോളജ് നിങ്ങളായിട്ട് കണ്ടെത്തേണ്ടി വരും. ക്ലാസ്സിൽ വെറുതെ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ ചിലപ്പോൾ ഒരു കേസ് സ്റ്റഡി ആയിരിക്കും തരുന്നത്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കേസ് സ്റ്റഡീസ് നിങ്ങൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണം. അതായത് എന്ത് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് കേസ് സ്റ്റഡീസ് കിട്ടും. അതായത് വെറുതെ ഇപ്പോൾ എന്താ പറയുക, HR-നെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോൾ HR എന്താണ്, അതിന്റെ എന്തൊക്കെയാണ് അതിൽ ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രൊസീജിയറും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാതെ ഓരോ ഇതിനും ഓരോ കമ്പനികളിൽ നടക്കുന്ന ഇൻസിഡൻസുകൾ ഉണ്ടാവും ആ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതിനാണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. നിങ്ങൾ രാജമിസ് ഇതൊക്കെ ഇവർക്ക് ക്ലാസ്സിൽ ചെയ്യുന്നുണ്ടാവുമോ? നിങ്ങൾ കേസ് സ്റ്റഡീസ് ഒക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടോ ക്ലാസ്സിൽ? ജിതിൻ, നമ്മൾ കേസ് സ്റ്റഡീസ് കുറവാണ് കുട്ടി. പക്ഷെ സ്റ്റിൽ എക്സാമ്പിൾസ് നമ്മൾ കൊടുക്കാറുണ്ട് സ്റ്റുഡൻസിന്. ഈ റെഫറൻസ് ടെക്സ്റ്റിലൊക്കെ എക്സാമ്പിൾസ് പറയില്ലേ, HR മാനേജ്മെന്റ് കോൺസെപ്റ്റിനൊക്കെ അത്തരം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 1-2 കേസ് സ്റ്റഡികളും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഡെഫിനറ്റ്ലി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്റ്റുഡൻസിന് തന്നെ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടും. നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക് എന്താണെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസ് എന്തെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ടുള്ള ഒരുപാട് കേസ് സ്റ്റഡീസ് കിട്ടും. അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ നമ്പറൊക്കെ രാജമിസിന്റെ അടുത്ത് ഉണ്ടാവും. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തുതരാം അങ്ങനത്തെ കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് അതിന്റെ തറവായിട്ടുള്ള നോളജ് കിട്ടും. എന്താണ് ആ ഇൻസിഡന്റ് അല്ലെങ്കിൽ ആ സബ്ജക്ട് കൊണ്ട് ആ ഒരു എന്താ പറയാ ഒരു ഓർഗനൈസേഷണൽ ലെവലിൽ വരുന്ന ഇമ്പാക്ട് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ പഠിക്കുന്ന സാധനം കുറച്ചും കൂടെ തറവായിട്ടൊക്കെ എടുക്കും നമുക്ക് നമ്മുടെ മനസ്സിൽ. അതാണ് നമ്മുടെ കരിയറിൽ നമുക്ക് വേണ്ടത്. നമ്മളൊരു സാധനം കാണാതെ പഠിച്ചിട്ട് പോയിട്ട് എഴുതണത് നമുക്ക് ഒരിക്കലും നമ്മുടെ കരിയറിൽ അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല. നമ്മൾ ആ ടേംസും ടെർമിനോളജീസും മനസ്സിലാക്കുന്നതിനപ്പുറം അതില് എന്താണ് അതുകൊണ്ട് അതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കാലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നോളജ് ഡീപ്പായിട്ട് ഉണ്ടാവുന്നത് നമുക്ക്. അപ്പോ അതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ കോഴ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. നിങ്ങള് പഠിപ്പ് മാത്രം മതി എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ കോളേജ് ലൈഫ് നല്ലോണം എൻജോയ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ എന്താ പറയാ സംരംഭങ്ങളും അതിനകത്ത് ഉണ്ടാവണം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അതിൽ കാണേണ്ടത് നിങ്ങളുടെ കരിയറാണ്. നിങ്ങൾ ഭാവിയിൽ എന്തായി തീരണം എന്നുള്ളത് നിങ്ങൾ ഈ എന്താ പറയാ 3 വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റണം, നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റണം നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ടേസ്റ്റ് ഉള്ളത് എന്നുള്ളത്. ഇതിൽ എൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ BBA കഴിഞ്ഞിട്ട് MBA ജോയിൻ ചെയ്യണതിന്റെ മുന്നേ ഒരു 3-4 മാസം ഒരു സെയിൽസ് ജോബിന് പോയായിരുന്നു. നമ്മുടെ നോക്കിയൊക്കെ അന്ന് ഉണ്ടായിരുന്ന ഒരു കാലത്തിലായിരുന്നു അത്. നോക്കിയ ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയും ആൻഡ്രോയിഡ് ഫോണുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പൊ ഞാൻ ഈ നോക്കിയയിൽ ഒരു 3-4 മാസം സെയിൽസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തു. അവിടുന്ന് അങ്ങോട്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ MBAക്ക് ജോയിൻ ചെയ്യായിരുന്നു. അപ്പൊ ഈ 4 മാസത്തെ സെയിൽസ് ജോബിൽ നിന്ന് എനിക്ക് മനസ്സിലായി സെയിൽസ് എനിക്ക് പറ്റിയ പണിയല്ല എന്നുള്ളത്. അതുപോലെ പിന്നീട് അങ്ങോട്ട് ഞാൻ ഫിനാൻസിലോട്ടും ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആയിരുന്നു ഞാൻ MBAക്ക് എടുത്തിട്ടുണ്ടായിരുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം ആദ്യം. നമുക്ക് എന്തിലാണ് എക്സൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഈ 3 വർഷത്തെ കോഴ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റണം. നിങ്ങൾ എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും പഠിക്കും. മാനേജ്മെന്റ് ലെവലിലുള്ള എല്ലാ സബ്ജക്റ്റുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കും. HR ആയാലും ഓപ്പറേഷൻസ് ആയാലും ഫിനാൻസ് ആണെങ്കിലും എന്താ പറയാ മാർക്കറ്റിംഗ് ആണെങ്കിലും എല്ലാം നിങ്ങൾ അതിൽ നിങ്ങളിപ്പോൾ ഈ 3 വർഷം കൊണ്ട് നിങ്ങൾ
ഇതിലെല്ലാറ്റിലും ചെറിയൊരു നോളജ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇതെല്ലാം ഒരു ബേസ് ആണ് ആക്ച്വലി BBA എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിൽ നിങ്ങൾ ബിൽഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ കരിയർ നിങ്ങൾ എന്തിലോട്ടോ എന്താ പറയുക ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാനായിട്ട്. എന്നാൽ മാത്രമേ നിങ്ങൾ MBA പോലെയുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സിന്റെ ഒരു ഇതിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫുൾ സെൻസിൽ നിങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്യും, നിങ്ങളുടെ ഹാർഡ് വർക്ക് അതിൽ എങ്ങനെ ഇടണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. വെറുതെ എല്ലാവരും പറയണ കേട്ടിട്ട് ഫിനാൻസ് എടുത്തു കഴിഞ്ഞാൽ കുറെ ജോലി കിട്ടും, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ കുറെ ജോലി കിട്ടും എന്ന് പറഞ്ഞിട്ട് അതിലോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുമായിരിക്കും. ഇപ്പോൾ ആ ജോലിയിൽ നിങ്ങളങ്ങ് ചിലപ്പോൾ മുരടിച്ചു പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെയിൽസിൽ ഒരു ജോലി കയറിയിട്ട് സെയിൽസിന്റെ ഒരു ബിഗിനർ ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ കരിയർ അവിടെ തീരും. ഒരിക്കലും നമ്മൾ അങ്ങനെ നിൽക്കാനായിട്ട് ശ്രമിക്കരുത്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ 2-3 പേരുണ്ട് കരിയറിൽ എന്താ പറയുക ഈ സെയിൽസ് ജോബ് എന്ന് പറഞ്ഞുള്ള ഒരു ഇതിലോട്ട് ചാടി കയറി പോയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റാത്തവർ. എന്ന് വെച്ചാൽ അതിൽ തന്നെ എക്സൽ ചെയ്തിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട്. എന്നുവെച്ചാൽ വെറുതെ ഒരു ഡിസ്ട്രിബ്യൂഷൻ HCL എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ചെയിനിൽ ജോയിൻ ചെയ്തിട്ട് ഇന്ന് റേഡിയോ മിർച്ചിയുടെ കേരള ഹെഡായിട്ടിരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. റേഡിയോ മിർച്ചി എന്ന് പറയുന്ന FM സ്റ്റേഷന്റെ എൻ്റെ ബാച്ചിൽ പഠിച്ചിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ MBA എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് പോകാനായിട്ട്. പിന്നെ MBA ലെവലിലോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ട 1-2 സംഭവങ്ങളുണ്ട്. ഒന്ന് നിങ്ങളുടെ ലാംഗ്വേജ് ആണ്. ഒബ്വിയസ്ലി ലാംഗ്വേജ് ഭയങ്കര ഒരു പ്രശ്നമാണ് നമ്മൾ MBAക്ക് ചെല്ലുമ്പോൾ. പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ് MBAയിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നിങ്ങൾ MBA പഠിക്കുന്ന കോഴ്സുകളിൽ ചിലപ്പോൾ മലയാളികൾ മാത്രമായിരിക്കില്ല നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടാവുക. അവിടെ ബാക്കിയുള്ള ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഞങ്ങളുടെ കൂടെ പഠിക്കാനുണ്ടായിരുന്നു. അവർ ഇംഗ്ലീഷിൽ ഒരു പ്രസന്റേഷൻ ചെയ്യണതും നമ്മൾ ഇംഗ്ലീഷിൽ പ്രസന്റേഷൻ ചെയ്യണതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് തന്നെ ഞാൻ എന്തൊരു മോശമാണെന്ന് നമുക്ക് ചിന്തിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ അതിനൊരിക്കലും ഇടപെടുക്കാണ്ടിരിക്കുക. നിങ്ങൾ നല്ലപോലെ ഇംഗ്ലീഷിലുള്ള ഒരു ഇതുണ്ടാക്കണം. അതാണ് ഒരു വലിയൊരു കാര്യം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് നമ്മുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്നൊരു സംഭവമാണ്. നമുക്ക് നല്ലൊരു ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് നല്ല ഫ്ലുവൻ്റ് ആണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് എവിടെയും കയറി എന്തും സംസാരിക്കാനുള്ള ഒരു ധൈര്യം വരും. അതിന് വേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വൊക്കാബുലറി എന്ന് പറയുന്ന സംഭവമാണ്. നമുക്ക് വാക്കുകൾ എന്താണ് പ്രയോഗിക്കേണ്ടതെന്ന് അറിയാത്തതാണ് പലരുടെയും പ്രശ്നം. നമുക്ക് ഒരു സെന്റൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മലയാളത്തിന് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ നോക്കുക ചെയ്യുക പല വാക്കുകളും. അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ആ കറക്റ്റ് വാക്കുകൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് വായന തന്നെ പറ്റുള്ളൂ. വായന, പിന്നെ പറഞ്ഞ പോലെ ഈ ഇംഗ്ലീഷ് സിനിമകളും ഇതൊക്കെ കാണുന്നത് ഒരു കണക്കിന് നല്ലതാണ്. ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ ഈ മണി ഹെയ്സ്റ്റും ബ്രേക്കിംഗ് ബാഡൊക്കെ 1-2 വട്ടം കണ്ടിട്ടിരിക്കുന്ന ടീമുകളൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങളോടൊന്നും അതിനെ കുറിച്ചിട്ട് കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലാംഗ്വേജ് ബിൽഡ് ചെയ്യാന്നുള്ളത്. നിങ്ങളുടെ ലാംഗ്വേജ് ബിൽഡ് ചെയ്ത് കഴിയണതോടൊപ്പം തന്നെ നിങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു സാധനമാണ് പ്രസന്റേഷൻ സ്കിൽസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെയും ഉണ്ടാവും, ഇവിടെയും ഇഷ്ടംപോലെ പ്രസന്റേഷൻസ് ഒക്കെ ചെയ്യേണ്ടെന്നാണ് രാജീവ് ഒക്കെ എന്നോട് പറഞ്ഞത്. നിങ്ങൾ ഒരുപാട് പ്രസന്റേഷൻസും സെമിനാറുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു MBA ലെവലിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇതിന്റെ പീക്കാണ്. നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും എല്ലാ സാധനത്തിനെ കുറിച്ചിട്ടും പ്രസന്റേഷൻ എടുക്കേണ്ടി വരും. അത് പല രീതിയിൽ പല ലെവലിൽ എടുക്കേണ്ടി വരും. അതിന് നിങ്ങളുടെ ലാംഗ്വേജും നിങ്ങളുടെ പ്രസന്റേഷൻ സ്കിൽസും, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സംഭവത്തെ കുറിച്ചിട്ടുള്ള നോളജ് നിങ്ങൾക്ക് നല്ലോണം ഉണ്ടാവും. ആ നോളജ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റണം നമുക്ക് വേറൊരാളുടെ അടുത്ത്. ഇപ്പൊ ഒരു ഇന്റർവ്യൂ ബോർഡിലാണെങ്കിൽ പോലും നിങ്ങൾ ഞങ്ങള് 3 കോളേജുകൾക്ക് ഞങ്ങളുടെ സെയിം ക്യാമ്പസിൽ വെച്ചിട്ടായിരുന്നു. എൻ്റെ കോളേജ് SCMS എന്ന് പറയുന്ന കോളേജിൽ വെച്ചിട്ടായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. അതായത് SCMS, രാജഗിരി, പിന്നെ DC. അപ്പോൾ DCS മാറ്റുന്നുണ്ട് വാഗമണ്ണുള്ള കോളേജ്. ഈ 3 കോളേജുകൾക്കും സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ഇന്റർവ്യൂ SCMS വെച്ചിട്ട് കളമശ്ശേരി വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതിന്റെ അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള ഞങ്ങളുടെ കോളേജാണ്, ഞങ്ങളുടെ ഹോസ്റ്റൽ അതിനകത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റാണ് നമ്മുടെ ഇന്റർവ്യൂ വെച്ചേക്കണേ. നമ്മുടെ ആമ്പിള്ളേരും കൂടെയാണ്, അപ്പോൾ നമ്മുടെ ഏറ്റവും ലാസ്റ്റാണ് വെച്ചേക്കണേ. ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഫസ്റ്റ് നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞു,
അത് കഴിഞ്ഞ് ആദ്യം നമ്മുടെ ഒരു ബ്രീഫിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്നതാണ് ജോലി, ഇന്നതാണ് ശമ്പളം, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരും. അത് കഴിയുമ്പോൾ തന്നെ ഉച്ച കഴിയും. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഈ ഗ്രൂപ്പ് തിരിക്കലും ഗ്രൂപ്പ് ഡിസ്കഷൻ അങ്ങനത്തെ കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ ഒരു 4 മണിയായിട്ട് 4:30 ആയിട്ടുണ്ട്. 4:30 കഴിഞ്ഞ് നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ വരുമ്പോഴേക്കും രാത്രി 8 മണി 9 മണിക്കാണ്. അപ്പോഴേക്കും ആകെ നമ്മുടെ മനസ്സ് മടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് ആകെ 10 വേക്കൻസിയാണ് ഉള്ളത്. അതിന് വേണ്ടിയിട്ട് 3 കോളേജിൽ നിന്ന് ഒരു 120 പിള്ളേരെങ്കിലും ഉണ്ട്, 3 കോളേജിൽ നിന്നായിട്ട്. അതില് നമ്മൾ ഈ 9 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളൊക്കെ ലാസ്റ്റ് മാനായി. അപ്പോഴേക്കും നമുക്കൊക്കെ ചിന്തിക്കും, ഓ ഇനിയിപ്പോ നമ്മളൊന്നും എടുക്കാൻ പോകണല്ലോ, ഇവരൊക്കെ വെറുതെ എണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിക്കാനിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുക. നമ്മൾ ആ ഇന്റർവ്യൂവിന് കയറി കഴിഞ്ഞപ്പോഴും ഇത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്റർവ്യൂ ബോർഡിൽ കയറി ചെല്ലുമ്പോൾ അവിടെ ഇരിക്കണത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ HR ഹെഡ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ 2 EVP-മാര്, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള 2 പേര്. അതായത് MD കഴിഞ്ഞ തൊട്ട് താഴെ നിൽക്കുന്ന 3 ആൾക്കാരാണ് അവിടെ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നത്. ഇവരെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും, കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് ഇവരൊക്കെ. അങ്ങനെ നമ്മളവിടെ ഇന്റർവ്യൂ ബോർഡിൽ കയറി ചെന്നിട്ട് നമ്മളോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ജിതിനെ കുറിച്ചിട്ട് ജിതിന്റെ വീട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാല് അവരെന്താ അഭിപ്രായം പറയുന്നതാണ്. നമ്മള് എന്താ പറയാ, ഈ ജോലി കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് ഇല്ലാത്ത ബാങ്കിങ് ടേംസുകളും ബാങ്കിങ്ങിന്റെ ഡെഫിനിഷനും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അരച്ച് കലക്കി കുടിച്ചിട്ടാണ് ഇന്റർവ്യൂവിന് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ചോദിക്കണത് ജിതിനെ കുറിച്ചിട്ട് ജിതിന്റെ വീട്ടുകാരോട് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയുന്നു. അപ്പൊ തന്നെ പകുതി മനസ്സിലെത്തും, ഈ ജോലി പോയി, ഇതൊക്കെ എല്ലാരും എടുത്തു കഴിഞ്ഞു, നമ്മളെ വെറുതെ എണ്ണം തയ്ക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കാനാണെന്നുള്ളൊരു മൈൻഡിലോട്ട് നമ്മൾ എത്തി. എന്നുവെച്ചാൽ അത് കഴിഞ്ഞ് അത് ചോദ്യത്തിന് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു എന്താ പറയാ ഒബീഡിയന്റ് ആയിട്ടുള്ള അങ്ങനെ 1-2 നമ്മുടെ ക്വാളിറ്റീസ് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം ചോദിക്കണത്, ജിതിന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്ത് പറയും ജിതിനെ പറ്റിയിട്ടെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തു. എനിക്കറിയില്ല അവരെന്താണത് ഉദ്ദേശിച്ചതെന്നുള്ളത്. ചിലപ്പോ നമ്മള് രണ്ട് സ്ഥലത്ത് 2 ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ആൾക്കാരാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ അറിയില്ല. അങ്ങനെ 2 ചോദ്യങ്ങളാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചത് ഞാൻ ചെയ്ത പ്രോജക്റ്റിനെ പറ്റിയിട്ട്. ഞാൻ ഒരു 4 മാസം ധനലക്ഷ്മി ബാങ്കിന്റെ കർണാടക റീജിയണൽ ഓഫീസിൽ ചെയ്തിട്ടുള്ള പ്രോജക്റ്റിനെ പറ്റിയിട്ട് അതിന്റെ 1-2 കാര്യങ്ങൾ ചോദിച്ചു. ഭാഗ്യത്തിന് നമ്മൾ പ്രോജക്റ്റ് സത്യസന്ധമായിട്ട് ചെയ്തിട്ടുള്ള കാരണം, വേറെ ആരുടെയും കോപ്പി അടിച്ച് വെക്കാത്ത കാരണം അതിനെ കുറിച്ചിട്ട് 1-2 കാര്യങ്ങൾ ചോദിച്ചാലും നമുക്ക് പറയാനുള്ള കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾക്കും പ്രോജക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് BBA-ല്. അപ്പോ അതിന് നമ്മളൊക്കെ, ഞാൻ എൻ്റെ സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ BBA-ക്ക് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരോ ചെയ്തു വെച്ചിട്ടുള്ള പ്രോജക്റ്റ് കോപ്പി അടിച്ച് വെച്ചേക്കണതാണ്. അത് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അതാണ് ലോകത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഒരു നോളജും ഉണ്ടാവില്ല അങ്ങനെ ചെയ്യണോണ്ട്. നിങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല. കുറച്ച് ടൈം നിങ്ങൾക്ക് ലാഭിക്കാന്നല്ലാതെ അതുകൊണ്ട് നിങ്ങളുടെ കരിയറിലോ നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങൾക്ക് ഒരു ഗുണവും അതുകൊണ്ട് ഉണ്ടാവാൻ പോണില്ല. അതുകൊണ്ട് നിങ്ങൾ അത് ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റ് എന്ത് ചെറുതോ ആയിക്കോട്ടെ, എന്ത് മോശം സബ്ജക്റ്റിനെ കുറിച്ചിട്ടായിക്കോട്ടെ, നിങ്ങളത് നിങ്ങളുടെ എഫേർട്ട് ഇട്ട് ചെയ്യുക. ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ ആ കമ്പനിയിൽ പോയിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് അറിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസും, നിങ്ങൾക്ക് അത് 4 ആളുടെ മുമ്പിൽ നാളെ അതിനെപ്പറ്റി ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, മാം അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാണ്, ഞാൻ അവിടെ പോയി ചെയ്തതാണ്, ഞാൻ അവിടെ പോയി കണ്ടതാണെന്ന് പറയാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് വരും അതിൽ. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് ആ ഒരു പ്രോജക്റ്റ് ചെയ്യണതിലുള്ളത്. അത് ചിലപ്പോൾ പ്രോജക്റ്റ് നിങ്ങൾക്ക് കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞെന്ന് വരും. ചിലപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫൈൻഡിങ്സ് ആയിരിക്കില്ല വരുന്നത്, അവരുദ്ദേശിച്ച ഫൈൻഡിങ്സ് ആയിരിക്കില്ല. പക്ഷെ നമ്മുടെ ഫൈൻഡിങ്സുകൾ പക്കയാണെന്നുള്ളത് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മൾ റിയൽ ആയിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്നത്. അത് നമ്മുടെ കരിയറിനെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ ബോർഡിലേക്ക് ഇതുപോലെ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് പതറാതെ ഉത്തരം പറയാൻ പറ്റും. ഇത് കഴിഞ്ഞ് ഇപ്പൊ അപ്പൊ ഞാൻ വീണ്ടും ഇന്റർവ്യൂവിന്റെ ഇതിലേക്ക് വരാം. അങ്ങനെ ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇപ്പൊ രാത്രി ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്, 10-10:30 ആയിട്ടുണ്ട് നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. അപ്പോൾ ക്യാമ്പസിനകത്ത് ഫോൺ കൊണ്ടുപോകാൻ പാടില്ല, നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിൽ എത്തുമ്പോൾ വീട്ടിൽ നിന്ന് ഒരു 10-15 മിസ് കോൾ ഉണ്ട്. വീട്ടിൽ നിന്നും ചേച്ചിയുടെ നിന്നും അളിയന്റെ ഫോണിൽ നിന്നും ഒക്കെ മിസ് കോളുകളുണ്ട്. അപ്പൊ ഞാനിത് എന്താ ആപത്താണ് ഇവരൊക്കെ വിളിച്ചേക്കണെന്ന് വിചാരിച്ചിട്ട് ഇവരെ വിളിച്ചിട്ട് തിരിച്ചു വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ അറിയണത് എന്റെ ചേച്ചി അന്ന് ചേച്ചിയുടെ ഫസ്റ്റ് മോളനെ പ്രസവിച്ചു എന്നുള്ള ആ ഫസ്റ്റ് വാർത്തയാണ് ഞാൻ അന്ന് ഇന്റർവ്യൂ ബോർഡിൽ നിന്ന് ഇറങ്ങിയിട്ട് കേൾക്കണ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത്. അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക്. അതായത് ഞാൻ ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഈ ജോലി കിട്ടും എന്നുള്ളത്. പക്ഷെ ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് കേൾക്കണോട് കൂടിയിട്ട് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് എല്ലാവർക്കും ഉണ്ടാവും അതുപോലത്തെ. അങ്ങനെ ആ ഇന്റർവ്യൂ കഴിഞ്ഞ് ഡിസംബർ 20-ാം തീയതി ആയിരുന്നു ആ ഇന്റർവ്യൂ. 2019
2013 ഡിസംബർ 20 ഇന്റർവ്യൂ ഉണ്ടായത്. അത് കഴിഞ്ഞ് 2014 ജനുവരി 6 എൻ്റെ ബർത്ത്ഡേ. എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് ഈ ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വരുന്നത്. എനിക്ക് ഞാൻ ഈ ബാങ്കിൽ സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് തോന്നേണ്ട ഒരു നിമിഷമാണ്. എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് ജോലി കിട്ടി, എൻ്റെ പൊന്നെ അടിപൊളി. അങ്ങനെയുള്ള ഒരു ത്രില്ലടിച്ച് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന് എനിക്ക് ഉണ്ടായിരുന്നത്. സത്യമായിട്ടും അതൊരു എന്താ പറയാ, ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അതിന് എത്രത്തോളം അതിന്റെ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു സംഭവമായിരുന്നു. അതാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നെഗറ്റീവ് അടിച്ചിട്ടുള്ള സംഭവങ്ങളും ഉണ്ട് കേട്ടോ. എനിക്ക് ഒരു പ്രൊമോഷൻ ചാൻസ് ഒക്കെ മിസ്സായി പോയിട്ടുണ്ട് ഇന്റർവ്യൂവില്. ഈ പറഞ്ഞ പോലെ എന്തിന്റെ ബേസിലാണെന്നറിയില്ല, ഇന്റർവ്യൂ ബോർഡിൽ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്നും ഉത്തരം പറയാൻ പറ്റാതെ എന്താ പറയാ, പ്രൊമോഷൻ കിട്ടാതെ ഇറങ്ങി പോകുന്നിട്ടുള്ള അവസ്ഥകളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മള് അതിലൊന്നും നെഗറ്റീവ് ആവാൻ പാടില്ല. നമുക്ക് എന്താ പറയാ, ഓപ്പർച്യൂണിറ്റീസ് ഇനിയും കിടക്കുകയാണ്. നമുക്ക് ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻസിഡന്റ് കൊണ്ട് തീരണ ഒരു സംഭവമല്ല. നിങ്ങളുടെ ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസ് ഒരെണ്ണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ ഡെസ്പായി പോവുക, അങ്ങനത്തെ കുറെ കഥകൾ ഇപ്പൊ നമ്മൾ കേൾക്കണില്ലേ. ഇപ്പോ നമ്മുടെ റീസെന്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആ സുശാന്ത് സിംഗ് രജ്പൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോളിവുഡ് ആക്ടർ സൂയിസൈഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവം, ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം അടിച്ചിട്ട്. അതൊന്നും ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അങ്ങനെ എന്തൊക്കെ ഇൻസിഡന്റ് ഉണ്ടായാലും, പല ഇൻസിഡന്റുകൾ ഉണ്ടാവാം. നമുക്ക് ഡിപ്രഷനും നമുക്ക് സങ്കടവും ഒക്കെ തോന്നുന്ന ഇൻസിഡൻസ് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നൊന്നും നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക്, നെഗറ്റീവിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക. ഓപ്പർച്യൂണിറ്റീസ് ഇനിയും വരും, ഒരുപാടെണ്ണം വരും. അങ്ങനെ ഈ പ്രൊമോഷൻ റിജക്റ്റ് ആയിട്ടിരിക്കണ എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ദുബായിലേക്കുള്ള ഒരു ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. നമ്മള് ദുബായ് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, ഭയങ്കര അടിപൊളി സെറ്റി, നമുക്കൊക്കെ എന്താ പറയാ സ്വപ്നമാണ്. നമുക്ക് ആ ദുബായ് പോലുള്ള ഒരു സ്ഥലത്തൊക്കെ പോയി വർക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് നമ്മളിലെ പലർക്കും ഒരു സ്വപ്നത്തിൽ ഒന്നായിരിക്കും ചിലപ്പോൾ. അത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ നിന്ന് തന്നെ നമുക്കൊരു ഡെപ്യൂട്ടേഷൻ പോലെ അങ്ങോട്ട് കിട്ടുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവമേ, വേറെ ലെവലിലേക്കാണ് നമ്മൾ പോണത് എന്നുള്ളൊരു സ്വപ്നം, ഒരു എന്താ പറയുക, ഡ്രീം കം ട്രൂ മൊമെന്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കായിരുന്നു ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അത് ചിലപ്പോൾ ആ പ്രൊമോഷൻ കിട്ടാതിരുന്നത് ചിലപ്പോൾ ഇതിനു വേണ്ടിയിട്ടായിരിക്കാം. കൂടുതൽ കിട്ടുമായിരിക്കും മാസം ശമ്പളത്തിൽ നിന്ന്. പക്ഷെ ഞാൻ ഇത് കഴിഞ്ഞിട്ട്, ഞാൻ പോയിട്ടുള്ള ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഡെപ്യൂട്ടേഷൻ അബ്രോഡ് കിട്ടിയിട്ട് ഞാൻ ദുബായി പോയിട്ട് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നതിനേക്കാൾ ഇവിടുത്തെ ഒരു മാനേജർ മേടിച്ചുകൊണ്ടിരുന്നത് അന്ന് ഒരു 50,000 രൂപയുടെ അടുത്തെങ്ങാണ്ടാണ് അന്ന് എനിക്ക് ആ പ്രൊമോഷൻ കിട്ടി കഴിഞ്ഞാൽ കിട്ടുന്ന സാലറി എന്ന് വിചാരിച്ചു. 50,000 55,000 രൂപ അന്നത്തെ പേ സ്കെയിൽ വെച്ചിട്ട് അത്രയും കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ അന്ന് ദുബായി പോയിട്ട് ഒരു മാസം മേടിച്ചുകൊണ്ടിരുന്നത് 1.25 ലക്ഷം രൂപയാണ് ഒരു മാസം ഞാൻ ശമ്പളം മേടിച്ചുകൊണ്ടിരുന്നത്. ഇത് ഞാൻ എൻ്റെ ശമ്പളത്തിന്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്ന മറ്റൊരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഇത് ഉണ്ടാവുന്ന ഉറപ്പൊന്നും ഞാൻ പറയണില്ല, പക്ഷെ അങ്ങനെ പ്രതീക്ഷിക്കുക. നമുക്ക് അതാണല്ലോ, പ്രതീക്ഷയാണല്ലോ ഏറ്റവും വലിയ സംഭവം. ഇപ്പൊ കൊറോണ മാറി നാളെ തൊട്ട് കോളേജിൽ പോകാൻ പറ്റും എന്ന് പറഞ്ഞ ഒരു പ്രതീക്ഷയാണല്ലോ എന്ന് പറഞ്ഞ പോലെ, അങ്ങനെ ഒരു പ്രതീക്ഷയിൽ നിങ്ങളെല്ലാവരും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഇപ്പൊ ഇതില് ഇനി കൂടുതൽ പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ സമയത്തിന് അസൈൻമെന്റ് വെക്കണം, നിങ്ങൾ ക്ലാസ്സിൽ കയറണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവർ പറയണത്. ക്ലാസ്സിൽ കയറാണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര അറ്റൻഡൻസ് ഷോർട്ടേജ് ആവും, കണ്ടോണേഷൻ ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഒരു സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നരുത്. എന്നുവെച്ചാൽ യഥാർത്ഥത്തിലെ ജീവിതത്തിൽ സ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഇരട്ടിയാണ്. ഞാൻ പഠിച്ച കോളേജിന്റെ ഒരു എക്സാമ്പിൾ പറയാട്ടോ. ഞാൻ MBAക്ക് ജോയിൻ ചെയ്തിട്ട് SCMS എന്ന് പറഞ്ഞ കോളേജിന്റെ സ്ട്രിക്റ്റിന്റെ കടുപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോ താടി മീശയൊക്കെ വളർത്തും, ഫ്രീക്കായിട്ട് താടിയൊക്കെ വെച്ചിട്ട് നടക്കും, വരമ്പൊക്കെ വെച്ചിട്ട് താടിയൊക്കെ വെച്ചിട്ട് പോണ ഒരു ഇതുണ്ട്. ഞാൻ ആമ്പിള്ളേരുടെ കാര്യമായിട്ട് പറയണം. അപ്പൊ നമ്മള് SCMSല് എന്ന് വെച്ച് കഴിഞ്ഞാല് 100% അറ്റൻഡൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മാർക്ക് എക്സ്ട്രാ ഉണ്ട് നമുക്ക് ഒരു സബ്ജക്റ്റില്. അതായത് ഓരോ സബ്ജക്റ്റിലും പാസ്സാവാൻ 60% മാർക്ക് വേണം. അത് ഇന്റേണലും വേണം, എക്സ്റ്റേണലും വേണം.
രണ്ടും കൂടി കൂടിയിട്ടും വേണം. അങ്ങനെ 60% മാർക്കുണ്ടെങ്കിലേ പാസ്സാവുള്ളൂ. അപ്പൊ അതിൽ 5 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ മാർക്കാണ്. 5 മാർക്കൊക്കെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് ഫുള്ള് വെറുതെ ക്ലാസ്സിൽ ചെന്ന് ഇരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ ക്ലാസ്സിൽ ഫുള്ള് അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് 100% 5 മാർക്ക് കൂടുതൽ കിട്ടും. അപ്പൊ ഈ അറ്റൻഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? നമ്മള് ടീച്ചർ ക്ലാസ്സിൽ കയറണേക്കാൾ മുന്നേ നമ്മൾ ക്ലാസ്സിൽ കയറണം. ടീച്ചർ ക്ലാസ്സിൽ കയറിയിട്ട് ലേറ്റ് കമ്മിങ് ആണ് നമ്മൾ ക്ലാസ്സിലെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ കയറ്റില്ല എന്നൊന്നുമില്ല, ക്ലാസ്സിൽ കയറ്റിയിരുത്തും, പക്ഷെ അറ്റൻഡൻസ് തരില്ല. അപ്പൊ എന്തായി? ആ സബ്ജക്റ്റിൽ 5 മാർക്ക് പോയി. ഇതൊക്കെയാണ് സ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ പറയാം. നമ്മൾ കോളേജിന്റെ ഉള്ളിലേക്ക് കയറിനേക്കാൻ മുന്നേ SCMS എന്ന് പറഞ്ഞ ആ വലിയ ബിൽഡിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, കളമശ്ശേരിയിൽ, എറണാകുളത്ത് പോകുമ്പോൾ കളമശ്ശേരിയിൽ കാണാം. അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റിക്കാർ വന്നിട്ട് താടിയുടെ മുകളിൽ ഇങ്ങനെ ഉരച്ചു നോക്കും, നമ്മുടെ താടി കൂടുതൽ വളർന്നിട്ടുണ്ടോന്ന്. ക്ലീൻ ഷേവ് ആയിരിക്കും. ക്ലീൻ ഷേവ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ക്ലാസ്സിൽ കയറ്റില്ല, പുറത്താകും. കോളേജിൽ നിന്ന് പുറത്ത് പോകണം, നമ്മൾ ഷേവ് ചെയ്തിട്ട് തിരിച്ചു വന്നാലേ കയറ്റുള്ളൂ. അപ്പോൾ അന്നും അറ്റൻഡൻസ് പോയി പറഞ്ഞ പോലെ 5 മാർക്ക് വെച്ചിട്ട് അന്നത്തെ എല്ലാ സബ്ജക്റ്റിൽ നിന്നും പോകും. ഇതൊക്കെ സ്ട്രിക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ക്ലാസ്സിൽ കയറാനോ അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് വെക്കാനോ പറയണത് സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവോ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നിങ്ങൾ ടീച്ചർമാരുടെ അടുത്ത് വാശി പിടിക്കാൻ പോകരുത്, ചൂടാവാൻ. ഞാനൊക്കെ പറഞ്ഞ പോലെ ടീച്ചർമാരുടെ അടുത്തൊക്കെ ഒരുപാട് ചിലപ്പോൾ ചൂടായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്കൊക്കെ ദേഷ്യം വരില്ലേ? അങ്ങനെയുള്ളതൊക്കെ നമുക്ക് നമ്മളെ നന്നാവാൻ വേണ്ടിയിട്ടാണ്. ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പണ്ട് ഈ ആക്ഷൻ ഹീറോ ബിജുവില് സിനിമയില് നിവിൻ പോളിയുടെ ഡയലോഗ് പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പൊ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർമാർ ശാസിക്കണതിന് ഒരു വാത്സല്യത്തിന്റെ ഇതുണ്ടാവും, പക്ഷെ പുറത്തിറങ്ങി തെറ്റ് ചെയ്തിട്ട് നാട്ടുകാർ ചെയ്യണതിന് ആ വാത്സല്യത്തിന്റെ ഇത് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതേമാതിരി ടീച്ചർമാർ പറയണത് ഇപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും, അല്ലെങ്കിൽ അത് ഭയങ്കര ബേർഡൻ ആയിട്ട് തോന്നും, പക്ഷെ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ലൈഫ് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതിനകത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ ടീച്ചർമാരുടെ കുറച്ച് ചീത്ത കേൾക്കുന്നതൊന്നും ഒരു വിഷയമായിട്ട് തോന്നില്ല. എന്നില്ല, ഞങ്ങളൊക്കെ ഇപ്പൊ ബാങ്കിലൊക്കെ നമുക്ക് ടാർഗറ്റുകളുണ്ട്. ഓരോ പ്രോഡക്റ്റിനും നമുക്ക് ടാർഗറ്റുകളുണ്ട്. ഈ ടാർഗറ്റ് ഒക്കെ മുട്ടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ വൈകിട്ട് വരെ ഇരുന്ന് പെടാപ്പാട് പെടണം. അവിടെ ഇരുന്നിട്ട് കസ്റ്റമറുടെ തെറി കേൾക്കണം, കസ്റ്റമറുടെ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ട് ടാർഗറ്റ് മുട്ടിയില്ലാന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ചെയ്തിട്ടും ടാർഗറ്റ് ചിലപ്പോൾ മുട്ടിന്ന് വരില്ല. ഇത് മുട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഹെഡ് ഓഫീസിനും റീജിയണൽ ഓഫീസിനും വിളിച്ചിട്ടുള്ള തെറിവിളികളുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്റെ പൊന്നെ ടീച്ചർമാർ വിളിച്ചിരുന്നൊക്കെ എന്ത് നല്ല തെറിയായിരുന്നു എന്ന് തോന്നും. അപ്പോ അതൊക്കെ നിങ്ങൾ ഒന്ന് സൂക്ഷിക്കുക, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. നിങ്ങൾ ഈ പറഞ്ഞ പോലെ കേസ് സ്റ്റഡീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നിങ്ങളിപ്പോൾ എന്തെങ്കിലും കാര്യം പഠിക്കുമ്പോൾ അത് ഒരു ഓർഗനൈസേഷനിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ എക്കണോമിക്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ CRR, കറണ്ട് റേഷ്യോ, അല്ലെങ്കിൽ മറ്റേ ക്യാഷ് റിസർവ് റേഷ്യോ, അല്ലെങ്കിൽ SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള അത് വെറുതെ SLR എന്താണ് CRR എന്താണെന്ന് പഠിക്കാതെ ഈ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കില്ലേ, CRR 0.5% കുറച്ചു, SLR 0.5% കുറച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെയൊക്കെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് ഗവൺമെന്റ് അല്ലെങ്കിൽ RBI SLR അല്ലെങ്കിൽ CRR 0.5 കുറച്ചു, 0.5 ബേസിസിൽ കുറച്ചു എന്നൊക്കെ പറയുമ്പോൾ 0.25 ബേസിസിൽ കുറച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിലെന്താണ് ഇക്കണോമിയിൽ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാണ് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് ആണ്. അപ്പൊ അതായത് CRR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാങ്കുകള് RBIയിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ട് വെക്കുന്ന റേഷ്യോനാണ് CRR എന്ന് പറയുന്നത്, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയും. അത് 0.5 ആയിട്ട് കുറയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ബാങ്കിന് കാശ് കുറച്ച് വെച്ചാൽ മതി എന്നുള്ളതാണോ? ബാങ്കിന് കാശ് കുറച്ച് വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ ആ ബാങ്ക് ഈ എക്സസ് വരുന്ന കാശ് എന്ത് ചെയ്യും? ബാങ്ക് കാശ് വെച്ചിട്ട് ലോണല്ല കൊടുക്കുക, ബാങ്ക് ലോൺ കൊടുക്കും. ലോൺ കൊടുക്കുന്നത് ആർക്കാ? ബിസിനസ്സുകാർക്ക്, കച്ചവടക്കാർക്കും വീട് പണിയാനോ ഇതിനൊക്കെയുള്ള സംഭവങ്ങളായിട്ട് ലോൺ കൊടുക്കും. ഈ ലോൺ കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? ഈ മണി എക്കണോമിയിലേക്ക് വീണ്ടും പമ്പ് ചെയ്യും. ഇക്കണോമിയിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? വീണ്ടും അതുപോലെ തൊഴിലവസരങ്ങളും അതുപോലെയുള്ള നമ്മുടെ GDP എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GDP ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. അതായത് നമ്മുടെ ഇക്കണോമിയിലേക്ക് കൂടുതൽ പൈസ പമ്പ് ചെയ്യണം എന്നുള്ളൊരു ഇതോട് കൂടിയിട്ടാണ്
നമ്മുടെ CRR കുറയ്ക്കുക, അങ്ങനെയുള്ള ഇതിലൊക്കെ വരുന്നത്. അതിൻ്റെയൊക്കെ ഇമ്പാക്ട് എന്ന് പറയുന്നത് എക്കണോമി ലെവലിൽ. അപ്പം നിങ്ങൾ ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. അതായത് CRR എന്താണെന്ന് പഠിച്ചു. CRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ, അതായത് RBIയുടെ നിയമപ്രകാരം ബാങ്കുകൾ ക്യാഷ് ആയിട്ട് RBIയിൽ സൂക്ഷിക്കേണ്ട പൈസയുടെ അളവ്. ഇങ്ങനെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും ഉണ്ടാകാൻ പോണില്ല. അതപ്പോൾ നാളെ നിങ്ങളുടെ അടുത്ത് ഒരു ഇന്റർവ്യൂവിൽ ചെന്ന് ചോദിക്കുന്നത് CRR 0.5% കുറച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്നായിരിക്കും ചോദിക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ? CRR ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കേണ്ടി വരും അവിടെ. അപ്പൊ ഞാൻ പറയണത് ഇങ്ങനെ അതുകൊണ്ട് ഉണ്ടാകുന്ന ഇംപ്ലിക്കേഷൻസ് എന്താണെന്നുള്ളത് പഠിക്കുക. അങ്ങനെയുള്ള ഇതുകളൊക്കെ, അങ്ങനെയുള്ള കുറച്ച് ഡോക്യുമെന്ററീസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ, നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോന്ന് അറിയില്ല. ബാഡ് ബോയ് ബില്യണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിനകത്ത്. നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള സ്കാമുകളെ പറ്റിയിട്ട്, നമ്മുടെ വിജയ് മല്യ സ്കാം, മറ്റേ നിരവ് മോഡി സ്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് സിനിമ പോലെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അതൊക്കെ ഒന്ന് കാണാൻ പറ്റുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ കാണുക. ടെലഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടെങ്കിലും ഒന്ന് കാണുക. നെറ്റ്ഫ്ലിക്സ് ഒക്കെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാനുള്ള ഇതായിട്ടില്ല. അപ്പോൾ ടെലഗ്രാമിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതിനൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, ടെലഗ്രാമിൽ നിന്ന് സിനിമ മാത്രം ഡൗൺലോഡ് ചെയ്ത് കാണാണ്ട് ഇങ്ങനെ ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടെ ഡൗൺലോഡ് ചെയ്ത് കാണാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഇൻസ്പിറേഷനോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ നിങ്ങളോടൊക്കെ പറയാൻ. എന്തായാലും നിങ്ങൾ കൊറോണയൊക്കെ മാറിയിട്ട് എത്രയും പെട്ടെന്ന് കോളേജിൽ ചെന്ന് നിങ്ങൾക്ക് നല്ലൊരു അധ്യയന വർഷവും അവിടുന്ന് തുടർന്ന് നല്ലൊരു കലാലയ ജീവിതമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഇനിയിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓരോരുത്തരും ഓരോ പാർട്ടിയിൽ പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. അതിന്റെ പേരിൽ വഴക്കുകൂടാനോ തല്ലുകൂടാനോ പോവാതെ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീരും. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനും നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പുകൾ കളയാതിരിക്കാനും ശ്രമിക്കുക. നന്ദി. താങ്ക് യു വെരി മച്ച്. അജിമിസ്, എന്തെങ്കിലും പറയാനുണ്ടോ? ജിതിനെ മിസ്സിന് പറയാനെന്താ വെച്ചാൽ, കുട്ടികളെ ഒട്ടും വെറുപ്പിക്കാണ്ട് ആ സ്വന്തം അനുഭവം വളരെ രസകരമായി അവതരിപ്പിച്ചു. കുട്ടികൾക്ക് ഇന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കാരണം MBAക്ക് പോകുമ്പോൾ ആ കോളേജിൽ ഉണ്ടാവുന്ന സ്ട്രിക്ട്നെസ്സും കാര്യങ്ങളും, ഇവിടെ നമ്മള് ഒരു കോളേജിലെ തവളെ പോലെ എന്തിനും ഏതിനും ടീച്ചർമാരെ വെക്കട്ടെ പറഞ്ഞൊരു സ്വഭാവമാണ് നമ്മൾ ഇവിടെ കാണാറുള്ളത്. പക്ഷെ ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് കുട്ടികൾക്ക് ശരിക്കും സ്ട്രിക്ട്നെസ് എന്ന് മനസ്സിലാക്കുക. അവർ ഇന്റർവ്യൂവിന് പോണ അനുഭവങ്ങളും ഒക്കെ വളരെ രസകരമായിട്ട് കുട്ടികളടുത്ത് ഷെയർ ചെയ്തു. ഈ തിരക്കിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇത്രയും അധികം സമയം ചെലവഴിച്ച് ഇത്ര നല്ലൊരു ക്ലാസ് കൊടുത്ത ശരിക്കും ഇൻസ്പിറേഷൻ ക്ലാസ് കേട്ടാ ഇതിനെ ഒരു ഹാഷ്ടാഗ് ഒന്നും ഇല്ലാണ്ട് വളരെ ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തതിന് വളരെയധികം നന്ദി. താങ്ക് യു. ഞാനാണ് ശരിക്കും നന്ദി പറയേണ്ടത്. ആക്ച്വലി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നേന്. ഞാൻ എന്താ പറയാ, ഇന്നേ വരെ ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു ഓഡിയൻസിനെ ഗ്യാദർ ചെയ്തിട്ടുള്ള ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അതിനുള്ള ഒരു അവസരം എനിക്ക് തന്നതിന്, എന്റെ കോളേജിൽ നിന്ന് തന്നെ എനിക്ക് ഇതിനുള്ള അവസരം തന്നതിൽ വളരെയധികം ഹാപ്പിയാണ് ഞാൻ. ഓക്കെ, അപ്പൊ നീ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് അടുത്ത വർഷത്തേക്ക് ഞാൻ എല്ലാ വർഷവും വിളിക്കുന്നത്. ആയിക്കോട്ടെ. താങ്ക് യു ജിതിൻ. ഇൻസ്പൈറേഷൻ ആയോ എന്നുള്ളതിനെ കുറിച്ച് സംശയം വേണ്ട. ബിക്കോസ് യു വാസ് സോ ജെനുവിൻ. പറയുന്ന കാര്യങ്ങള് വളരെ ജെനുവിൻ ആയിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ കുട്ടികൾ ഇൻസ്പയർ ആയിട്ടുണ്ടാവും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പിന്നെ വളരെ ചെറിയ ചെറിയ മെസ്സേജസ് ആണെങ്കിൽ പോലും ഇറ്റ് വാസ് പെർഫെക്റ്റ്. അപ്പൊ അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി. പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും ഐ എം വെരി ഹാപ്പി ടു ഹാവ് യു ആസ് എ ഗസ്റ്റ് ഹിയർ. ഇപ്പൊ സ്റ്റുഡൻസിന് ഒഫീഷ്യലി സ്റ്റുഡൻസിന് വേണ്ടി ഇത്ര ടൈം സ്പെൻഡ് ചെയ്തതിന് ജിതിനെ ഒഫീഷ്യലി താങ്ക്സ് പറയാനായിട്ട് സിമി മിസ്സിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സിമി പ്ലീസ്. ജിതിനെ സിമി മിസ്സാണ്. ജിതിനെ ഞാൻ പറയാന്ന് വെച്ചാല്, ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ജിതിന്റെ വലുപ്പം ജിതിൻ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാം അറിയുന്ന ഒരു കാര്യം ആശമിസ് എന്നോട് പറഞ്ഞപ്പോ, ആശമിസ് എന്നോട് ചോദിച്ചു നമ്മുടെ അലുമിനീസിനെ കുറിച്ച് 2-3 സെഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ ഏറ്റവും ആദ്യം, ആശയ്ക്ക് അറിയുന്നുണ്ടാവും, ഏറ്റവും ആദ്യം പറഞ്ഞൊരു പേര് ജിതിൻ എന്നാണ്. ആശയ്ക്ക് ജിതിനെ കുറിച്ച് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് എന്റെ വായിൽ നിന്ന് കേട്ടിട്ട് പിന്നെ ആശ ഇങ്ങോട്ട് ചോദിച്ചു തുടങ്ങി, ജിതിനെ വിളിക്കാൻ, നമുക്ക് ജിതിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാം അങ്ങനെ ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ രാജമിസ് പറഞ്ഞോണ്ട് 2011 ഞാൻ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ, രാജമിസും ഷെയ്ദ മിസ്സും ജൂൺ മാസം തൊട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്.
പക്ഷെ ഞാൻ വന്നത് ഒക്ടോബറിലാണ്. അതായത് നിങ്ങളുടെ ലാസ്റ്റ് സെമസ്റ്റർ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുള്ളൂ. അന്ന് ജിതിൻ രാജമിസ് പറഞ്ഞ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ജിതിൻ. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ജിതിന്റെ കഴിവുകളെ കുറിച്ച് മനസ്സിലാക്കിയത്. കാരണം എനിക്കധികം അവസരങ്ങൾ കിട്ടിയില്ല മനസ്സിലാക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു തവണ ഇതുപോലെ കോളേജിൽ വന്നപ്പോഴും നമ്മുടെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനോട് കൂടി ഒരു ക്ലാസ് എടുക്കാൻ ഇതിനെ ഞങ്ങൾ അസൈൻ ചെയ്തു എന്ന് എന്റെ ഒരു ഓർമ്മയിൽ അങ്ങനെ എടുക്കണു. പക്ഷെ ഞാൻ അന്ന് വിദഗ്ധമായി മുങ്ങിയായിരുന്നു. അതെ അല്ലെ. അപ്പൊ അന്ന് തൊട്ട് ഞങ്ങൾ ഇതിനെ പിടിച്ചുകൊണ്ട് ഞങ്ങള് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ജിതിനെ ഞങ്ങളുടെ കയ്യിന്റെ ഉള്ളിലേക്ക് കിട്ടിയത്. കാരണം ഞങ്ങൾക്ക് അറിയാമായിരുന്നു ജിതിന് ഹാൻഡിൽ ചെയ്താല് ഇതിനെ പെർഫെക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ടോക്കിൽ പറഞ്ഞ പല കാര്യങ്ങളും ജിതിന്റെ ലൈഫിൽ നിന്നുണ്ടായ പല എക്സ്പീരിയൻസിന്റെ ബേസിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റുഡൻസ് വളരെ പോസിറ്റീവായിട്ട് എടുക്കണം. കോളേജിനെ കുറിച്ച് പറഞ്ഞതായാലും അതുപോലെ ലൈബ്രറിനെ കുറിച്ച് ജിതിൻ പറഞ്ഞു MD വിട്ടതിന് ശേഷം ഏറ്റവും വലിയ മിസ്സിംഗ് ലൈബ്രറിയാണ്. ജിതിൻ പഠിച്ചിരുന്ന കാലത്തെ ലൈബ്രറി അല്ല ഇപ്പൊ അവിടെ ഉള്ളത്. ഇനി നിങ്ങൾ ഫസ്റ്റ് ഇയർ കോളേജിലേക്ക് വരുമ്പോഴേക്കും ഇപ്പൊ ഉള്ള ലൈബ്രറിനേക്കാൾ കൂടുതൽ ഇന്നോവേഷൻസ് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി വളരെ ഹൈടെക് ആയിട്ടുള്ള ലൈബ്രറി ആക്കാനുള്ള ശ്രമങ്ങൾ കോളേജിന്റെ മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് ജിതിൻ പറഞ്ഞോണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വളരെ പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് എടുക്കാണ്ട് ലൈബ്രറി പോവുക, അവിടെ നിന്ന് ബുക്സ് വായിക്കുക, അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയാൽ മാത്രമേ പറഞ്ഞോണം ഈ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ സ്പൂൺ ഫീഡിംഗ് ഒക്കെ മാക്സിമം നിങ്ങൾക്ക് ഒരു ഡിഗ്രി ലെവൽ വരെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ PG ലെവൽ ഈവൻ MCOM പോയാലും, ഞാൻ MCOM ചെയ്തിരിക്കുന്നത് സെന്റ് തോമസിലാണ്. അവിടെ ഞാൻ MCOM ചെയ്യുമ്പോഴും MBA ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിൽ MCOM എന്ന് പറയുന്നത് ഒരു സാധാ ഒരു BCOM കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു PG കോഴ്സാണ്. അവിടെ ചെയ്യുമ്പോഴും ജിതിൻ പറഞ്ഞോണം ഇന്ന സബ്ജക്ട് ഉണ്ട് കേട്ടാ, ഇതൊക്കെയാണ് റെഫറൻസ് ബുക്കുകൾ, ലൈബ്രറി പോയി സെർച്ച് ചെയ്ത് പഠിച്ചോളൂ എന്ന് തന്നെയാണ് പറയാ. അപ്പൊ നമുക്ക് ഒരിക്കലും UG എന്ന് പറയുന്നത് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, അതിന്റെ അപ്പുറത്തേക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ നമുക്ക് ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടാവും. ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ലൈബ്രറീസ് ആണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പൊ അതൊരു കാര്യം ജിതിൻ പറഞ്ഞ് നിങ്ങൾ പ്രത്യേകം പോസിറ്റീവായിട്ട് എടുത്ത് അത് നമ്മൾ ഇനി ഈ കൊറോണ ഒക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് വന്നു തുടങ്ങുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോളേജ് ലൈഫാണ് നമുക്ക് എൻജോയ് ചെയ്യാം, എന്നാലും അതിൽ സമയങ്ങൾ കണ്ടെത്തി ലൈബ്രറിയിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ജിതിൻ ഇന്റർവ്യൂ ജിതിൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ നമ്മൾ പഠിക്കുന്ന ഓരോന്നിന്റെയും പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞു. അതൊക്കെ ജിതിനോട് ഞാൻ എന്താ പറഞ്ഞത്, ജിതിൻ പറഞ്ഞത് സ്വന്തം അനുഭവത്തിൽ നിന്നായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ അതൊരു ശരിക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ്. അപ്പൊ ജിതിൻ പറഞ്ഞു ഏറ്റവും ആദ്യത്തെ ടോക്കാണ് ഇതെന്ന് പറഞ്ഞു. അപ്പൊ രാജമിസ് പറഞ്ഞോണം ഇതിനേക്കാൾ കൂടുതൽ പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പ്രസന്റ് ചെയ്താൽ നമ്മൾ ഇനി സ്ഥിരമായിട്ട് ഞങ്ങളുടെ ഒരു റിസോഴ്സ് പേഴ്സൺ ആയിട്ട് ജിതിനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓൾവേസ് വെൽക്കം. എന്താ പറയാ, സന്തോഷമുള്ളൂ. ഇനിയും വിളിക്കണം, ഞാൻ ഇനിയും വരും. ഓക്കെ. ഇനി നമുക്ക് ഇനി ഓൺലൈൻ ആയിട്ടല്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ക്ലാസ്സസ് ഒക്കെ അറേഞ്ച് ചെയ്യാം. നമ്മളിതൊക്കെ കൊറോണ ഒക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റ് ആവട്ടെ, അത് കഴിഞ്ഞിട്ട് ജിതിനെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ വളരെ തിരക്കുകൾക്ക് അതിൽ രാജമിസ് പറഞ്ഞു വൈഫിന് എടുക്കാൻ പോണം, അരിബറിയാണ്. ആ തിരക്കുകൾക്കിടയിലൊക്കെ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നേരം ഒരു അറൌണ്ട് 1 o'clock ഒരു 1 hour നമ്മൾ സ്പെൻഡ് ചെയ്തു. അതിന് വളരെയധികം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും പ്രത്യേകം നന്ദി ജിതിൻ. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു. So students, you